നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 442 442. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 30-ാം അധ്യായത്തിൽ 16-ാമത്തെ ശ്ലോകം മുതൽക്കാണ് എന്ന് പറയേണ്ടത്. അഭൃധർമ്മശീലാനാം സർവേഷാം സുമധ്യമാ ധർമ്മശീലേയം ഭൂയാൽ പത്ന്യർപ്പിതാശയ. ഈശ്വരോചിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അതായത് പൃഥഗ്ധർമ്മവും ശീലവുമില്ലാതിരിക്കുന്ന, അതായത് പൃഥഗ്ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ, ഭൂമി വെട്ടിപ്പിടിക്കണം എന്നുള്ള താല്പര്യം നിങ്ങൾക്കില്ല. പൃഥഗ്ധർമ്മവും ശീലവുമില്ലാതിരിക്കുന്ന സർവന്മാരായ നിങ്ങൾ എന്നെ രുദ്രഗീതം കൊണ്ട് സംതൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് തെറ്റ് എന്ന് പറയുന്ന ഒരു അംശം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. പൃഥുക്കായ ധർമ്മവും ശീലവുമില്ലാതിരിക്കുന്ന ഈ സുന്ദരി വെക്കപ്പെട്ട മനസ്സോടുകൂടിയ അവളിൽ മനസ്സ് സമർപ്പിച്ചാൽ അവൾ നിങ്ങളെ പരാജയപ്പെടുത്തില്ല. പത്നിയായി ഭവിക്കട്ടെ എന്ന് ഭഗവാൻ വരം കൊടുക്കുകയാണ്. അപ്പം അതിൻ്റെ ഭാവാർത്ഥം, നിങ്ങളെല്ലാവരും പ്രജാപാലന രൂപമായ ഒരേ ധർമ്മവും, പ്രജാപാലന രൂപം, പ്രജകളെ ഉപദ്രവിക്കുക എന്നുള്ളതല്ല, നിങ്ങളെ വെട്ടിപ്പിടിക്കുന്ന പ്രശ്നമില്ല നിങ്ങൾക്ക്. അതുകൊണ്ടാണ് പ്രജാപാലന രൂപമായ ഒരേ ധർമ്മവും സാധു സ്വഭാവവും സാത്വിക ഗുണനിധികളാണ് നിങ്ങളൊക്കെ. എന്ന് പറഞ്ഞാൽ ആര് നിങ്ങളെ അവഹേളിച്ചാലും നിങ്ങൾ അവരെ നിന്ദിക്കില്ല. വൺ ഓഫ് ദി എക്സ്ട്രീം ഗുഡ് ക്യാരക്ടർഷിപ്പാണ്. ഇങ്ങോട്ട് ആര് ശുനകപുത്ര എന്ന് വിളിച്ചാലും അങ്ങോട്ട് പ്രതികരിക്കാതെ രാമകൃഷ്ണ ഗോവിന്ദ രാമകൃഷ്ണ ഗോവിന്ദ എന്ന് പറയാൻ സാധിക്കണം. അപ്പോൾ പ്രജാപാലനവുമായ ഒരേ ധർമ്മവും സാധു സ്വഭാവവും ഉള്ളവരാകുന്നു. ഇവളും അതുപോലെ തന്നെ ഭേദഭാവനയില്ലാത്തവളും സുശീലയുമാകുന്നു, നല്ല ശീലങ്ങളുള്ളവളാണ്. അതുകൊണ്ട് നിങ്ങളിൽ വെക്കപ്പെട്ട മനസ്സോടുകൂടിയ ഇവൾ നിങ്ങളെല്ലാവരുടെയും ഏകപത്നിയായി ഭവിക്കട്ടെ. അവിടെയാണ് എല്ലാവരും ശരീരത്തിനെ ഭോഗിക്കാനല്ല വിവാഹം ചെയ്യിക്കേണ്ടതെന്ന് ആദ്യം മനസ്സിലാക്കണം. ആ ഒരു ആത്മാവിനെ പരിതപിക്കാൻ ഇടവരാതെ കണ്ട് കയ്യിൽ കിട്ടിയ ഒരു അമൂല്യനിധിയായിട്ട് വേണം പുരുഷൻ സ്ത്രീ ഭാര്യയെ ശ്രദ്ധിക്കാൻ. സ്ത്രീ ഈ പതിയിൽ കൂടെ സർവജ്ഞനും സർവേശ്വരനുമായ സാക്ഷാൽ നാരായണനാണ്, എന്നെ ഭരിക്കുന്നവനാണ്, ഞാൻ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ സുരക്ഷയുള്ളവളാണ് എന്നുള്ളൊരു ബോധം വേണം. ആ രണ്ട് ബോധം ഇല്ലാത്തത് കൊണ്ടാണ് കലികാലത്ത് ആസിഡ് ഒഴിക്കണതും കുത്തി മലർത്തണതും തീ വയ്ക്കണതും എല്ലാ തരത്തിലുള്ള രക്ഷപ്പെടാൻ നിവൃത്തിയില്ലാത്ത പാപങ്ങൾ ചെയ്തു വരുന്നത്. അവളുടെ സ്വഭാവ ഗുണം നിങ്ങളുടെ ധർമ്മ ഐക്യവും സൽസ്വഭാവവും എൻ്റെ ഇഷ്ടവും. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഭഗവാന്റെ ഇഷ്ടമില്ലെങ്കിലത്തെ സ്ഥിതി എന്താ? ഒത്തിരിക്കുന്നതിനാൽ ലോകവേദധർമ്മവിരോധമാണ് ഇതെന്ന് നിങ്ങൾക്ക് തോന്നണ്ട. ഒരാളെ പല പുരുഷന്മാർ ഭാര്യയാക്കാന്ന് പറഞ്ഞാൽ അത് ലോകവേദധർമ്മത്തിന് വിരോധമാണ് ഇതെന്ന് നിങ്ങൾക്ക് തോന്നണ്ട. അപ്പോൾ ഞാൻ അനവരതം ചെയ്യുന്ന കാര്യങ്ങൾ ഈശ്വരനാൽ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കിയാൽ മതി. ഞാൻ വേറൊരാളുടെ ദുഃഖത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്ന രീതിയിൽ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അതിൽ
അതിൻ്റെ അന്തർധാര മനസ്സിലാക്കാതെ കൊണ്ട് എന്നെ അപമാനിച്ചാൽ എനിക്ക് യാതൊരു കുഴപ്പമില്ല, എന്നെ ബാധിക്കില്ല അത്. 17-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. ദിവ്യവർഷസഹസ്രാണാം സഹസ്രമഹദൗജസാ ഭൗമാൻ ഭോക്ഷ്യത ഭോഗാൻ വൈ ദിവ്യാംശ അനുഗ്രഹാൻ മമ. എൻ്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാവാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. അത് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ബദ്ധാശ്രദ്ധവാനായിരിക്കണത് എന്നാണ് പറഞ്ഞത്. അതെങ്ങനെ? ദേവന്മാരുടെ അനേകായിരം വർഷകാലം, ഡിവൈൻ ഇയേഴ്സ്, മനുഷ്യന്മാരുടെ 365 ദിവസമല്ല ഈ 10,000 സംവത്സരം, നശിക്കാത്ത തേജസ്സോട് കൂടിയവരായിട്ട് ഭൂമിയിലുള്ളവയും സ്വർഗത്തിൽ ഉള്ളവയുമായ ഭോഗങ്ങളെ എൻ്റെ അനുഗ്രഹത്താൽ ഭുജിക്കുമെന്നാണ്. ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ഭുജിക്കുക. ഈശ്വരൻ ഒരു ATM കാർഡ് തരും. അത് ഏത് ബാങ്കും ഹോണർ ചെയ്യും. ഭക്തി എന്നാണ് ആ കാർഡിൻ്റെ പേര്. എനിക്കത് എൻ്റെ ഗുരുനാഥൻ ഉപയോഗിച്ചൊരു കാർഡായിരുന്നു. അത് എനിക്കും തന്നു. പറഞ്ഞു, ഇതുവരെയുള്ള എൻ്റെ അക്കൗണ്ടിലുള്ള ക്രെഡിറ്റൊക്കെ തനിക്ക് ഉപയോഗിക്കാം. അപ്പോൾ എനിക്കതിൽ ലാലച്ചുണ്ടാവാൻ പാടില്ല. അപ്പോൾ എനിക്കൊരു വാശി വേണം. അദ്ദേഹം എനിക്ക് എത്ര തന്നിട്ടുണ്ട് അതിൻ്റെ 10 ഇരട്ടിയോ 100 ഇരട്ടിയോ ഞാൻ ഉണ്ടാക്കിയിട്ട് ഈ ഭക്തി എന്ന കാർഡ് ഇല്ലാത്തവർക്കൊക്കെ ഞാൻ കൊടുക്കും. അതിനാണ് ഈ നാരായണ ജപമാഹാത്മ്യവും ഈ ശ്രീകൃഷ്ണ കഥാമൃതവും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഭാഗവതം മൂലം പ്രഭാഷണവും ഒക്കെ അതാണ്. അതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ്. എവിടെ ഇരുന്നാലും ഈ കാർഡ് ലഭിക്കും നിങ്ങൾക്ക്. ആരും അതിൽ സൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. എടുത്തോ എന്ന് പറഞ്ഞാലും വേണ്ട അതാ പറയുക ആൾക്കാർ. അത് കാരണം എൻ്റെ ഒരുപാട് കാർഡുണ്ട്, ഭക്തി കാർഡ്, മനസ്സിലായില്ലേ? അപ്പോൾ പറഞ്ഞു, നിങ്ങൾ എൻ്റെ അനുഗ്രഹം നിമിത്തം ദിവ്യസഹസ്രകാലം ശരീരബലഹാനിയില്ലാത്തവരായിട്ട് ഭൂമിയിലും സ്വർഗത്തിലുമുള്ള ബഹുവിധം സുഖങ്ങളെ അനുഭവിക്കുവിനാണ് ആ കാർഡ്. ആരും ഈ കാർഡ് എന്താന്ന് ചോദിക്കരുത്. ചോദിച്ചാൽ അവർക്ക് അവരുടെ കയ്യിലുള്ള ധനം കൂടിയും ഈ ഭക്തി കാർഡിൽ വരും. അങ്ങനെയാണ് ഇതിൻ്റെ സ്വഭാവം. അടുത്ത ശ്ലോകം 18. അധമയ്യനപായിന്യാം ഭക്തിയാ പക്ക ഗുണാശയ. ഭക്തി ഉണ്ടായാൽ പക്ക ഗുണാശയ. ഇപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ഗുരുനാഥൻ തന്ന ട്രാൻസ്ഫറിങ് എമൗണ്ട് ഭക്തിയാകുന്ന ട്രാൻസ്ഫർ അല്ലേ, അത് ഞാൻ 100 ഇരട്ടിയാക്കിയിട്ട് ഇല്ലാത്തവർക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. അത് ആ പ്രയോഗം എനിക്ക് ആരാ തന്നത്? എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ചൈതന്യം. അതാണ് ഉടനെ വരുണ്ടായി പക്ക ഗുണാശയ. ഗുണങ്ങളുടെ പക്വത ഉണ്ടായാൽ ഭക്തി ആർക്കും ലൂട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് അതിൻ്റെ. അപ്പോൾ പറഞ്ഞു, പക്ക ഗുണാശയ ഉപയാസ്യധമധാമ നിർവേദ്യ നിരയാതത. എൻ്റെ ധാമത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം ഉണ്ടെന്നാ. വൈകുണ്ഠത്തിലേക്ക് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. ഇറ്റ് ഈസ് ആൻ ഓപ്പൺ എഗ്രിമെൻ്റാണ്. ഭക്തി ഉള്ളവർക്ക്, നാരദർക്കൊക്കെ വൈകുണ്ഠത്തിൽ എപ്പോൾ വേണമെങ്കിലും പോവാം. കുചേലന് അവിടുത്തെ അന്തേവാസിയായി പലരും. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ് വരുന്നത്? അനന്തരം എന്നിൽ ഉറച്ചിരിക്കുന്ന ഭക്തിയാൽ LIC എത്രയുണ്ട്, ഭാര്യയുടെ വീട്ടിൽ നിന്ന് എത്ര കിട്ടി, ഭർത്താവിൻ്റെ വീട്ടിൽ എത്ര കിട്ടാനുണ്ട്, ഇതൊന്നും നമുക്ക് പ്രശ്നമുണ്ട. ഭഗവാനിൽ നമ്മൾ എത്ര ശതമാനം മനസ്സർപ്പിച്ചിട്ടുണ്ട് അത് നമുക്കും ഭഗവാൻ മാത്രമേ അറിയുള്ളൂ, ഒരാൾക്കും അറിയില്ല. ഓരോരുത്തരുടെ അക്കൗണ്ടും സെൽഫ് എസ്റ്റീമാണ്. അതുകൊണ്ട് പരിശുദ്ധ അന്ധക്കരണന്മാരാവണമെന്ന് മാത്രം. അതാണ് പക്ക ഗുണാശയ എന്ന് പറയുന്നത്. പരിശുദ്ധ അന്ധക്കരണന്മാരായിട്ട് മനസ്സിൽ സദാസമയവും ലോകാസമസ്താസുഖിനോ ഭവന്തു, എൻ്റെ കയ്യിലുള്ളത് ആർക്ക് വേണമെങ്കിലും ലൂട്ട് ചെയ്യാം. അപ്പോൾ ഭഗവാൻ പറയും, അയാളുടെ അടുത്ത് പോയിട്ട് വാങ്ങണ്ട, കാരണം അത് നിങ്ങൾക്ക് എടുക്കാൻ ഭാരം കൂടുന്നു പറയും ഭഗവാൻ. അപ്പോൾ ആൾക്കാർ തിരിഞ്ഞു പോകും. അപ്പോൾ എന്നിലുള്ള ഭക്തി
ആർക്കൊക്കെ വേണമെന്ന് ഭഗവാൻ നിശ്ചയിക്കും. എന്നാൽ അയാൾക്ക് കുറച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കൊടുക്കുക. അതാണ്. അപ്പോൾ പറഞ്ഞു, പരിശുദ്ധ അന്ധകരണന്മാരായിട്ട് നരകതുല്യമായ ഇതിൽ നിന്ന് വിരക്തിയെ പ്രാപിച്ചിട്ട് എൻ്റെ സ്ഥാനത്തെ പ്രാപിക്കുമെന്നാണ്. ഈ ഭൗതിക ഭഗവാൻ പറഞ്ഞല്ലോ, എല്ലാ ഭോഗങ്ങളും നിങ്ങൾ അനുഭവിച്ചോളൂ എന്ന് പറഞ്ഞല്ലോ. പിന്നെ പറഞ്ഞു, അപ്പം അത് പറഞ്ഞില്ല, ഇതിൽ വിരക്തി ഉണ്ടായിട്ട് നിങ്ങൾ ഉടനെ എൻ്റെ ധാമത്തിലേക്ക് എത്തിക്കോളൂ ഇട്ടുക എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഭാവാർത്ഥം നോക്കുക. അങ്ങനെ ബഹുകാലം കഴിഞ്ഞ ശേഷം എന്നിൽ ചാഞ്ചല്യമില്ലാതിരിക്കുന്ന ഭക്തിയാൽ, ചാഞ്ചല്യം ഉണ്ടാവരുത്. എന്ത് തന്നെ വിരോധാഭാസങ്ങൾ നമ്മുടെ ജീവിതത്തെ പിടിച്ച് കുലുക്കിയാലും നമ്മൾ കുലുങ്ങാൻ പാടില്ല. അപ്പോൾ പറഞ്ഞു, ചാഞ്ചല്യമില്ലാതിരിക്കുന്ന ഭക്തിയാൽ ഭോഗവാസന അന്ധകരണത്തിൽ നിന്ന് തീരെ നശിക്കും. അപ്പോൾ ഇഹലോകത്തിലും പരലോകത്തിലും സിദ്ധിക്കുന്ന സുഖങ്ങൾ രണ്ടും ഒരുപോലെ ത്യാജമെന്ന ബോധം ജനിക്കുന്ന. ഭഗവാൻ ത്യജിക്കണം എന്ന് പറഞ്ഞില്ല, നിങ്ങൾക്ക് തോന്നിയാൽ ത്യജിക്കുന്ന പറഞ്ഞത്. നിങ്ങൾക്ക് തോന്നിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അന്ധകരണ ശുദ്ധി ഇല്ലാത്തവരായിത്തീരും. അങ്ങനെയുള്ളവർക്ക് എൻ്റെ ധാമത്തിലേക്ക് വരാൻ പറ്റില്ല. ഇനി നിങ്ങൾ തീരുമാനിക്കും. ഭഗവാൻ ഭയങ്കര സൂത്രശാലിയാണ്. പറയാനുള്ളതൊക്കെ പറയും, എന്നിട്ട് പറയും ഇതിന് ചില പ്രീ കണ്ടീഷൻസ് ഉണ്ട്. ഈ പ്രീ കണ്ടീഷൻസ് ആരാണ് സ്വീകരിക്കുന്നത് അവർക്ക് മാത്രമേ ഇത് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ രണ്ട് ലോകത്തിൽ നിന്നും വിരക്തിയെ പ്രാപിച്ചിട്ട് എൻ്റെ ലോകത്തെ പ്രാപിക്കുവൻ. അപ്പോൾ സ്വർഗവും ഭൂമിയാണോ സ്വർഗം, ദേവലോകമാണോ സ്വർഗം, രണ്ടിലും വിരക്തി ഉണ്ടായിട്ട് നിങ്ങൾ എന്നെ പ്രാപിക്കുന്ന പറഞ്ഞത്. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇനി 19ാമത്തെ ശ്ലോകം നോക്കുക. ഗൃഹേഷ്വാവിശദാം ച അഭി പുംസാം കുശലകർമ്മണാം. കുശലകർമ്മണം മറ്റുള്ളവർക്ക് കുശലത്തെ നൽകുന്നതായിരിക്കണം. മദ്വാർത്ഥയാതയാമാനാം ന ബന്ധായ ഗൃഹാമത. പുത്രേഷണ ധാരേഷണ അർത്ഥേഷണ ഉണ്ടാവരുതെന്നാ. അതായത് ഗൃഹങ്ങളിൽ ഏർപ്പെട്ടിരുന്നാലും കുശലമായ കർമ്മം ചെയ്യുന്നവരും, അതായത് എൻ്റെ വാർത്തയാൽ കാലം കഴിക്കുന്നവരുമായ പുരുഷന്മാർക്ക്, സദാസേവ്യ ഭാഗവതം അതിൽ തൽപരന്മാരാർക്ക് ഏത് നരകത്ത് പോയാലും അവർക്ക് വേദന ഉണ്ടാവില്ല. കാരണം എന്താ, ഞാനാകുന്ന 4 അക്ഷരം കൊണ്ട് നാരായണ കവചം സൃഷ്ടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഗൃഹങ്ങൾ ബന്ധത്തിനായി കൊണ്ടുഭവിക്കാൻ പാടില്ല എന്നാണ്. ബന്ധം ഉണ്ടാവരുത്, ഗൃഹത്തിലിരിക്കാം, ഇതൊക്കെ വിട്ടുപോകാൻ തയ്യാറായിരിക്കണം. ഞാൻ മരിക്കുമെന്നുള്ള ഭയം ഉണ്ടാവരുത്. പ്രാണപ്രയാണമാകുന്ന ഉത്സവത്തിന് കൊടി കയറാൻ താല്പര്യം ഉണ്ടായാൽ മതി. അതിൻ്റെ വാക്കാർത്ഥം കഴിഞ്ഞു. ഇനി ഭാവാർത്ഥം ശ്രദ്ധിക്കാം. ഗൃഹസ്ഥാശ്രമികളായിരിക്കുമ്പോൾ ചാഞ്ചല്യരഹിതയായ ഭഗവത് ഭക്തി എങ്ങനെ ഉണ്ടാകുമെന്ന്. ചാഞ്ചല്യഭക്തി ഉണ്ടാവുമോ? ഉണ്ടാവും, ഉറപ്പിച്ചു പറഞ്ഞു. ശങ്കിക്കേണ്ടെന്നാണ് പറഞ്ഞത്. ഗൃഹധർമ്മങ്ങളെ അംഗീകരിച്ചാലും എന്നിൽ സമർപ്പിക്കപ്പെട്ട കർമ്മങ്ങളോടുകൂടെ എൻ്റെ ചരിത്രങ്ങളെ കേട്ടുകൊണ്ട് കാലം കഴിക്കുന്ന പുരുഷന്മാരെ ഗൃഹധർമ്മങ്ങൾ ബന്ധിക്കുകയില്ല. ഇതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ഇതിനെ നമ്മൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യണം. അടുത്ത ശ്ലോകം 20. നവ്യവധൃതയേ യജ്ഞോ ബ്രഹ്മതൽ ബ്രഹ്മവാധിവി ന മുഹ്യന്തി ന ശോചന്തി ന ഹൃഷ്യന്തി യതോ ഗതാം. ആ പ്രാസം ആണവിടെ. എന്തൊക്കെയാ? യാതൊന്നുകൊണ്ട് സർവജ്ഞനായ ഞാൻ നൂതനനെന്ന പോലെ. എല്ലാവർക്കും നൂതനനാണ് ഭഗവാൻ. ഹൃത്തിനെ പ്രാപിക്കും. ഹൃത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. പ്രാപിക്കും. യാതൊന്നിനെ പ്രാപിച്ചവൻ, നിങ്ങളുടെ ഹൃദയത്തിൽ വസിച്ചു കൊണ്ടിരിക്കുന്ന എന്നെ പ്രാപിച്ചാൽ മോഹിക്കുന്നില്ല, ദുഃഖിക്കുന്നില്ല, സന്തോഷിക്കുന്നില്ല. അപ്പം എന്തിനാ സന്തോഷിക്കാണ്ടിരിക്കണമെന്ന് ചോദിച്ചാൽ,
ദ്വന്ദ്വ സമാനമായ അർത്ഥങ്ങളുള്ള സുഖം വേണ്ടെന്നാണ്. അതായത് ഏകമായിരിക്കുന്ന പരബ്രഹ്മാവിനെ ഏകാഗ്രത കൊണ്ട് എന്ത് ചെയ്യണം? ഏകനിൽ ശ്രദ്ധ വന്നാൽ ആ ഏകനിൽ നമ്മൾ ലയിക്കും. അതെങ്ങനെയാണ് ലയിക്കണത്? ഭക്തനും ഭക്തിയും ഭഗവാനും അതിൽ ആ ഭാവം അല്ലേ, ഭാസം ഒക്കെ വരും, സ്വയം പ്രചരിക്കുന്നതാണ്. അപ്പോൾ ഭക്തിയില്ല, ഭക്തിയാണ് അവിടെ. ഭക്തിയിൽ ഭഗവാനും ലയിച്ചു, നമ്മളും ലയിച്ചു. പാലും കൂടി ചേർന്നാൽ ബുദ്ധിമുട്ടില്ല. പാല് വെള്ളത്തിൽ ചേർന്നാലോ ബുദ്ധിമുട്ടായി. അപ്പോൾ പറഞ്ഞു, ബ്രഹ്മവാദികളാൽ, ഈ ഭക്തന്മാരെ എന്തുവാദി എന്നാ പറയുക? ബ്രഹ്മവാദികളാൽ ബ്രഹ്മം എന്ന് പറയപ്പെടുന്നു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണു. കഥാശ്രവണത്തിൽ ചിത്തത്തെ ശ്രമിക്കുന്നവരുടെ ഹൃദയത്തിൽ സർവജ്ഞനായി ഞാൻ നൂതനമാതിരിക്കുന്ന ആനന്ദസ്വരൂപത്തോടുകൂടെ പ്രത്യക്ഷനാകുന്നതാണ്. ആനന്ദമാകുന്ന സ്വരൂപം, അതിന് ഓപ്പോസിറ്റ് ഇല്ല. സൂപ്പർലൈറ്റീവ് ഡിഗ്രി മാത്രമേ ഉള്ളൂ. ആനന്ദം, പരമാനന്ദം, ചിന്മയാനന്ദം അല്ലേ? അപ്പോൾ ആ ആനന്ദത്തെ പ്രാപിച്ചവർ അജ്ഞാനം നിമിത്തമുണ്ടാകുന്ന മോഹം, ശോകം, സന്തോഷം എന്നീ ഭാവങ്ങളിൽ നിന്ന് വിട്ടവരായി ഭവിക്കും. ഇതിനെ തന്നെയാകുന്നു ബ്രഹ്മവാദികൾ ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ അവിടെ അരമന വേണ്ട, ബാങ്ക് ബാലൻസ് വേണ്ട, സേഫ് വേണ്ട, ഒന്നും വേണ്ട. നമ്മുടെ ഉള്ളിൽ രമിക്കുന്ന ചൈതന്യമായിട്ട് നമ്മൾ അറിയപ്പെടുക. അതാണ് ഇതിൻ്റെ ഉദ്ദേശം, ബ്രഹ്മസാക്ഷാത്കാരം. ഇത്രത്തോളൊക്കെ ആയപ്പോൾ വിതുരരോട് മൈത്രേയർ പറയണു. മൈത്രേയ ഉവാചാം ഏവം ബ്രുവാണം പുരുഷാർത്ഥഭാജനം ജനാർദ്ദനം പ്രാഞ്ജലയ പ്രചേതസ തദ്ദർശനധ്വസ്തതമോ രജോമല. അവിടെ തമസ്സും രജസ്സുമാകുന്ന മാലിന്യങ്ങളില്ല എന്നർത്ഥം. സാത്വികം മാത്രമേ ഉള്ളൂ. ഗിരാഗൃണൻ ഗദ്ഗതയാ സുഹൃത്തരാ സുഹൃത്തമം. ഗദ്ഗതം വന്നിട്ട് മൈത്രേയ മഹർഷിക്കും സംസാരിക്കാൻ വയ്യാതെ ഉണ്ടായി. കാരണം എന്താ? എന്തും ഏതും പ്രവർത്തിക്കുന്ന ഒരു ഹൃദയമാണ് ആരുടെ? വിതുരരുടെ. ആ വിതുരരോട് ഇതുവരെ ഈശ്വരൻ്റെ ഗതിവിഗതികളെ പറഞ്ഞ് അദ്ദേഹം തന്നെ ആനന്ദചിത്തനായി ആനന്ദത്തിൽ മഗ്നനാവാൻ തുടങ്ങിയെന്നൊക്കെയാണ് പറയാം. അപ്പോൾ ഇപ്രകാരം പറയുന്നവനും പുരുഷാർത്ഥത്തെ പ്രാപിച്ചിരിക്കുന്നവനുമായ ശ്രീഹരിയെ അവൻ്റെ ദർശനത്താൽ നശിച്ചിരിക്കുന്ന തമസ്സിനെയും രജസ്സിൻ്റെയും ദോഷങ്ങളോടുകൂടിയ പ്രചേതസ്സുകൾ പ്രകർഷേണ അഞ്ജലി ചെയ്തവരായിട്ട് പരമഹിതകർത്താവിനെ, ഭഗവാന്റെ പര്യായാണ് ഹിതകർത്താവ്, ഏറ്റവും ഹിതമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ ഒരു ഭാര്യയ്ക്കോ ഒരു ഭർത്താവിനോ ഒരു അളിയനോ ഒരു അമ്മായിയപ്പനോ ഒന്നും പറ്റില്ല. പിന്നെയോ ഭഗവാൻ വിചാരിച്ചാൽ എല്ലാം നടക്കും. പരമഹിതത്തെ തരുന്നത്, പരമസ്വാതന്ത്ര്യം അനുഭവിപ്പിക്കുന്നത് ആരാ? ഈശ്വരനാണ്. അപ്പോൾ സ്ഖലിതാക്ഷരങ്ങളോട് കൂടിയ വാക്കിനാണ്. വാക്കുകൾക്ക് ഉറപ്പില്ലാതെ കൊണ്ട് വരികയാണ്. അവിടെയാണ് ഈ മരണസമയത്ത് ഗുരുഗുരാ ശബ്ദത്തോടു കൂടി കണ്ടം വിടറും. ഇവിടെ ഗദ്ഗദാക്ഷരങ്ങളാണ്. അക്ഷരങ്ങൾ വേണ്ട പോലെ പുറത്തേക്ക് വരുന്നില്ല. ഭഗവാൻ ആനന്ദരസം പ്രാപിപ്പിക്കാം. അങ്ങനെ ആ വാക്കിനാൽ, സ്ഖലിതാക്ഷരങ്ങളോട് കൂടിയ വാക്കിനാൽ ഭഗവാനെ സ്തുതിച്ചു എന്നാണ് മൈത്രേയർ പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം: ഇപ്രകാരം അരുളി ചെയ്തവനും ഭക്തന്മാർക്ക് പരമപുരുഷാർത്ഥത്തെ നൽകുന്നവനും, അതായത് ധർമാർത്ഥ കാമ മോക്ഷം നൽകുന്നവനും അവിദ്യയെ നശിപ്പിക്കുന്നവനും പരമഹിതകർത്താവുമായി ശ്രീഹരിയെ കണ്ടതുകൊണ്ട് തമോ ഗുണനും രജോ ഗുണവും നിമിത്തമുള്ള ദോഷങ്ങൾ നശിച്ചതിനാൽ സത്വഗുണപ്രധാനമായ അന്ധകരണത്തോടു കൂടിയ പ്രചേതസ്സുകൾ അഞ്ജലി ബന്ധം ചെയ്തവരായിട്ട് ആനന്ദബാഷ്പം നിമിത്തം തടഞ്ഞു
തടഞ്ഞു തടഞ്ഞു പുറപ്പെടുന്ന അക്ഷരങ്ങളോടുകൂടിയ വാക്ക് കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു എന്നാണ് പറഞ്ഞത്. പ്രചേതസ ഊജു, അതായത് പ്രചേതസ്സുകൾ എല്ലാവരും കൂടിയിട്ട് ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. അതെങ്ങനെയാണ്? നമോ നമ ക്ലേശവിനാശനായ നിരൂപിതോ ഉദാരഗുണാഹയായ മനോഭജോ വേഗപുരോജവായ സർവാക്ഷമാർഗൈരഗതാധ്വനേ നമാ. എന്താ ആ ശ്ലോകത്തിൻ്റെ ഒരു മാധുര്യം എന്ന് ചോദിച്ചാൽ അവർണ്ണനീയം എന്നേ പറയാൻ പറ്റുള്ളൂ. അതായത് ക്ലേശങ്ങളെ നിശേഷം നശിപ്പിക്കുന്നവനും നിരൂപിക്കപ്പെട്ടിരിക്കുന്ന ഉദാരങ്ങളായ ഗുണങ്ങളോടും നാമധേയങ്ങളോടും കൂടിയവനും മനസ്സിൻ്റെയും വാക്കുകളുടെയും വേഗത്തിൽ നിന്നും അഗ്രഭാഗത്തിൽ പ്രസരിക്കുന്ന വേഗത്തോടു കൂടിയവനും സകലങ്ങളായ ഇന്ദ്രിയമാർഗങ്ങളാലും അറിയപ്പെടാത്ത മാർഗത്തോടു കൂടിയവനായിക്കൊണ്ട് നമസ്കാരം നമസ്കാരം എന്നാണ് പറഞ്ഞത്. ഏത് വഴിക്കാതാൻ പോയത് ചോദിച്ചാൽ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടൊന്നല്ല പോണത്. ഭഗവാന്റെ പ്രചോദനം തരുമ്പോൾ അവിടെ പോവും. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറയുന്നത്. ഇത് മുതൽ 21 പദ്യം പ്രചേതസ്സുകളുടെ സ്തുതിയാകുന്നു. ഭക്തന്മാരുടെ സംസാര ദുഃഖങ്ങളെ നശിപ്പിക്കുന്നവനും വേദങ്ങളാൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സർവാഭീഷ്ടപ്രദങ്ങളായ കല്യാണ ഗുണങ്ങളോടും നാമധേയങ്ങളോടും കൂടിയവനും മനസ്സിനും വാക്കുകൾക്കും വിഷയമല്ലാത്തവനും യാതൊരു ഇന്ദ്രിയങ്ങൾക്കും കൊണ്ടും പരമാർത്ഥ തത്വത്തെ അറിവാൻ കഴിയാത്ത വിധത്തിൽ അത്ര സൂക്ഷ്മസ്വരൂപനുമായ ഭഗവാനായിക്കൊണ്ട് പിന്നെയും പിന്നെയും നമസ്കാരം എന്നാണ് പറഞ്ഞത്. ഇനി 23-ാമത്തെ ശ്ലോകം, അതായത് 21-ലെ പ്രധാനപ്പെട്ട 2-ാമത്തെ ശ്ലോകം എന്ന് പറയാം. 1 ഇനി 2. ശുദ്ധായ ശാന്തായ നമ സ്വനിഷ്ഠയ. സ്വന്തം നിഷ്ഠം കൊണ്ട് മാത്രമേ ശുദ്ധതയും ശാന്തതയും അനുഭവിക്കാൻ പറ്റും. ഒരു കാക്കിലോ ഏത് നെസ്റ്റോര് പോയാലും ശരി, പിന്നെ എന്തൊക്കെയാ പേര് കേട്ട സ്റ്റുഡിയോ അങ്ങനെ എന്തൊക്കെ ഉണ്ട് അല്ലേ, ഒന്നും കിട്ടാൻ പോലില്ല. അവനവൻ്റെ കയ്യിൽ ശുദ്ധായ ശാന്തായ നമ സ്വനിഷ്ഠായ മനസ്യ പാർത്ഥം വിലസദ്വയായ നമോ ജഗത്സ്ഥാനലയോദയേഷു ഗൃഹീതമായ ഗുണവിഗ്രഹായ. എന്താണ് അതിനർത്ഥം പറയുക? സ്വരൂപത്താൽ തന്നെ ശുദ്ധനും ശാന്തനും മനസ്സിൽ അർത്ഥമില്ലാത്ത വിധം വിലസിക്കുന്ന വിരുദ്ധ ധർമ്മത്തോടുകൂടിയവനും ലോകത്തിൻ്റെ രക്ഷ, സംഹാരം, ഉൽപ്പത്തി എന്നിവകളിൽ സ്വീകരിക്കപ്പെട്ട മായാഗുണം നിമിത്തം സ്വരൂപങ്ങളോടുകൂടിയവനുമായ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം നമസ്കാരം എന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം എന്താ? സ്വതേ മായാസമ്പർക്കമില്ലാത്തതിനാൽ പരിശുദ്ധനും. അപ്പോൾ പരിശുദ്ധി വരണമെങ്കിൽ എന്ത് വേണം? മായയിൽ ഭ്രമിക്കാതെ ഇരിക്കണം. മായയ്ക്ക് എക്സിസ്റ്റൻസ് കൊടുക്കരുത് നമ്മുടെ ഉള്ളിൽ. പുറത്തെവിടെ ചെയ്യട്ടെ. നോ സോൺ മായ, നോ സോൺ, നോ മായ സോൺ, SONE എന്നാ പറയാം. അവിടെയാണ്. അപ്പോൾ കാമാതിവൃത്തികളെ ബാധ കൂടാതെ ഇരിക്കുന്നതിനാൽ ശാന്തനും. അതാണ് കാമക്രോധ മതമത്സര ലോഭഭയാദികൾ നശിപ്പിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. ശാന്തനും ജനങ്ങളുടെ മനസ്സിലുള്ള അശുദ്ധിയാൽ ചിലരെ അനുഗ്രഹിക്കുന്നവനും. അപ്പോൾ ചിലവരുടെ മനസ്സിലുള്ള അശുദ്ധി അതാർക്ക് മാത്രമേ അറിയുള്ളൂ? ഭഗവാൻ. അതുകൊണ്ട് ഭഗവാൻ ഏകനാണെങ്കിലും എല്ലാവരുടെ ഹൃദയത്തിലും ഭഗവാൻ കയറിക്കൂടി. അതുകൊണ്ട് ആ മനസ്സിൽ എത്ര അശുദ്ധി ഉണ്ട് എന്നുള്ളത് ഭഗവാൻ അറിയാം.
നമ്മൾ എവിടെ സത്യം ചെയ്തിട്ടും കാര്യമില്ല, അത് കള്ളസത്യവും. എനിക്കറിയില്ല, എൻ്റെ മനസ്സിൽ അത് ഈശ്വരൻ നോക്കിക്കോട്ടെ. അപ്പോൾ നമ്മൾ കൂടുതൽ കാം ആൻഡ് ക്വയറ്റാവും, കോഷ്യസ് ആവും. നായ വേണ്ട, എനിക്ക് വേണ്ട. ഈ ഒരു അവസ്ഥ വരണം. അപ്പോൾ അശുദ്ധിയാൽ ചിലരെ അനുഗ്രഹിക്കുന്നവനും ചിലരെ നിഗ്രഹിക്കുന്നവനുമാണെന്ന് മിഥ്യാജ്ഞാനം നിമിത്തം ജനങ്ങളാൽ വിചാരിക്കപ്പെടുന്നവനും ഭഗവാൻ പാർഷ്യാലിറ്റി കാണിക്കുന്നുണ്ടോ എന്നൊരു സംശയം തോന്നിയാൽ മനസ്സിലാക്കാം ഭഗവാൻ ഇയാൾക്ക് ജ്ഞാനം കൊടുത്തിട്ടില്ല എന്നുള്ളത്. കാരണം ഭഗവാൻ അങ്ങനെ ചെയ്യില്ല. ഓരോരുത്തരും ചെയ്തു കൂട്ടിയിട്ടുള്ള പാപപുണ്യങ്ങളുടെ സുഖദുഃഖങ്ങൾ കൊടുക്കാമെന്നല്ലാണ്ട് ഭഗവാൻ വേറൊന്നും ചെയ്യില്ല. അപ്പോൾ ലോകങ്ങളെ സൃഷ്ടിച്ച് രക്ഷിച്ച് ലയിപ്പിക്കുവാൻ വേണ്ടി മായാസ്വീകാരത്താൽ സത്വരജസ്തമോ ഗുണപ്രധാനങ്ങളായ വിഷ്ണു, ബ്രഹ്മാവ്, ശിവൻ എന്നീ സ്വരൂപങ്ങളെ ധരിക്കുന്നവനുമായ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. A to Z കാര്യങ്ങൾ അദ്ദേഹം എന്ത് ചെയ്യണു? നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്നും ലോകാസമസ്താസുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.